നമസ്കാരം. ഒരുപാട് പേരിൽ സംശയം ഉളവാക്കുന്ന ഒരു വിഷയം, യന്ത്രങ്ങൾ ധരിക്കുന്നു, രുദ്രാക്ഷമാല ധരിക്കുന്നു, സ്ഫടിക മാല ധരിക്കുന്നു, നവരത്ന മോതിരം ധരിക്കുന്നു. ഇത് രാത്രി ഊരി മാറ്റണോ? ഞാൻ മോർച്ചറിയിലേക്ക് പോവുകയാണ്, ഇല്ലെങ്കിൽ അശുദ്ധിയുള്ള സ്ഥലത്ത് പോവുകയാണ്, അത് ഞാൻ ഊരി വെക്കണോ എന്നിങ്ങനെ പലതരം സംശയങ്ങളാണ്. ആദ്യം പറയട്ടെ, ഈ രുദ്രാക്ഷം ആദ്യം ധരിക്കുവാനുള്ള ഒരു ശീലം നാം ഏവരും നടപ്പിലാക്കാം. സ്ഫടികമാല ധരിക്കുവാനുള്ള ശീലം നമുക്ക് നടപ്പിലാക്കാം. അത്രയധികം തണുപ്പുള്ള ഹിമാലയൻ പ്രദേശത്ത് രുദ്രാക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു പ്രകൃതി, ഇല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള രുദ്രാക്ഷം അത് കുറച്ച് ചൂടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്യധികം ശരീരം ചൂടുള്ള വ്യക്തി പൂർണ്ണമായിട്ടും 24 hours രുദ്രാക്ഷം ധരിക്കരുത്. നാമജപം ജപിക്കുമ്പോൾ രുദ്രാക്ഷം പ്രിയമാണല്ലോ, തീർച്ചയായിട്ടും നാമജപം ജപിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ധരിക്കുക. അതിനുശേഷം ഊരി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു ദോഷവും വരാൻ പോകുന്നില്ല. രുദ്രാക്ഷ ധാരണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് 24 മണിക്കൂറും ധരിച്ച് മുന്നോട്ട് പോകണം, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ യന്ത്രങ്ങൾ, രുദ്രാക്ഷം, സ്ഫടികമാല ഉറങ്ങുമ്പോൾ ധരിക്കാമോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് ഊരി മാറ്റണോ? തീർച്ചയായിട്ടും ഏവരും അത് ഊരി മാറ്റുക. രുദ്രാക്ഷമാല മാറ്റിവെക്കുക, സ്ഫടികമാല മാറ്റിവെക്കുക, എന്നിട്ട് ഉറങ്ങാൻ കിടക്കുക. അതിൽ തെറ്റില്ല. ഇനി ഒരാൾ വ്രതം പിടിക്കുകയാണ്, 48 ദിവസം അല്ലെങ്കിൽ 41 ദിവസം വ്രതത്തിലാണ്, മാലയിടുന്നു എന്ന ദൃഷ്ടിയിലാണ് നാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാല ഊരി മാറ്റാൻ പാടില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, സന്ദർഭത്തിനനുസൃതമായിട്ട് പല ആചരണങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് കൊണ്ടിടും. എങ്ങനെയാണ്? എന്തെങ്കിലും കാര്യത്തിന് ഹാനി സംഭവിക്കുന്നു, തടസ്സം വരുന്നു, രുദ്രാക്ഷമാല ഇങ്ങനെ ധരിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത അതുവഴി പോകാൻ തുടങ്ങി. ഇങ്ങനെ പലതരം കൺഫ്യൂഷനാണ്. ആയതിനാൽ ഇവിടെ പറയുവാനുള്ള, ഇല്ലെങ്കിൽ ഇവിടെ ചിന്തിക്കുവാനുള്ള ഒരു വിഷയം, ഈ യന്ത്രങ്ങൾ, രുദ്രാക്ഷമാല, സ്ഫടികമാല ഇത്യാദികളെല്ലാം ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത, ദുഃഖമുള്ള ഒരു സ്ഥലത്തിലേക്ക്, അശുചിയുള്ള ഒരു സ്ഥലത്തിലേക്കാണ് നാം പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെച്ചിട്ട് പോവുക. വന്ന് കുളിച്ച് ശുദ്ധിയായ ശേഷം വീണ്ടും ധരിക്കുക. ഇവിടെ രുദ്രാക്ഷം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ കുറേ വിധികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പൊതുവെ ഏവർക്കും 5 മുഖ രുദ്രാക്ഷം ധരിക്കാവുന്നതാണ്. ഏവർക്കും ധരിക്കാം, അതിൽ തെറ്റേയില്ല. ഇനി ഒരു രുദ്രാക്ഷം കഴുത്തിൽ കെട്ടിയിടുന്നു, രാത്രി ഊരാൻ പറ്റില്ല, ഒരു തെറ്റുമില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുട്ടികളെ ശീലിപ്പിക്കുക. കാരണം രുദ്രാക്ഷ ധാരണം അത്യധികം ഫലപ്രദമാണ്, ശുഭമാണ്. നമ്മുടെ ചിന്ത സനാതന ധർമ്മത്തിൽ ഊന്നി നിൽക്കും എന്നുള്ളതാണ്. ധർമ്മമാണ്, ധർമ്മത്തെയാണ് ഭഗവാൻ ശിവൻ നോക്കുന്നത്. നന്ദി എന്നുള്ളത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ആ നന്ദി ഭഗവാൻ കാണിച്ചു തരുന്നത് തന്നെ ധർമ്മമാണ്. ധർമ്മോഹി ഭഗവാൻ വൃഷഹ എന്ന് പറയുന്നു. ആ ധർമ്മത്തെയാണ് ശിവൻ നോക്കുന്നത്. ശിവൻ നോക്കുന്നത് നന്ദിയാണ്, നന്ദി ധർമ്മമാണ്. അപ്പോൾ ധർമ്മത്തിന് അനുസൃതമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ശിവനും നന്ദിയും കൂടി നമ്മളുടെ അടുത്ത് കൈമാറുന്നത്. നമ്മളതെല്ലാം മാറ്റിയിട്ട് അവിടെ ചെന്ന് 4 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ കാര്യസാധ്യമാകും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നാം പോകുന്നത്. നമ്മൾ ഏവർക്കും ഒരുമിച്ച് നമ്മുടെ ചിന്തകളെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകാം. രുദ്രാക്ഷ ധാരണം നിർബന്ധമാക്കി മുന്നോട്ട് പോവുക. സാധിക്കുന്നവർ എല്ലാവരും തന്നെ പഞ്ചമുഖ രുദ്രാക്ഷം, 5 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുമാറാകട്ടെ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ നെറ്റിൽ ലഭ്യമാണ്. രുദ്രാക്ഷ ധാരണ വിധിയെക്കുറിച്ച് ഏവരും ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളുക. നമസ്കാരം.